നമ്മുടെ നാട്ടിൽ നിന്ന് ലുധിയാനയിലൊക്കെ പഠിക്കാൻ പോകുന്ന ചെറുപ്പക്കാരായ പെൺകുട്ടികൾ പോലും ഐസ്ക്രീമിനകത്തും അറിയാതെയൊക്കെ ഇതിന്റെ അടിമകളായി 80കളിൽ അടിമകളായി. ഇപ്പോൾ അവരൊക്കെ പല കേസസ് എനിക്കറിയാം. പഞ്ചാബിൽ പോയി വഴിതെറ്റി ഞാൻ പറയുന്നില്ല, അപകടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വഴി തിരിഞ്ഞു പോയതിന്റെ മൂലമുള്ള പ്രതിസന്ധി ഉണ്ടായെന്ന് അറിയാം. അപ്പൊ ഇന്ന് പഞ്ചാബിന്റെ അവസ്ഥ എന്നറിയാം, ഒരു തരത്തിലും ആ ഒരു മികവ് അവർ തിരിച്ചു പിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഗവൺമെന്റ് ജോബിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ പാസ്പോർട്ട് ചില വിദഗ്ധന്മാരിക്കും പാസ്പോർട്ട് നേരത്തെ കിട്ടിയാലോ, പാസ്പോർട്ട് നേരത്തെ കിട്ടിയാലാണെങ്കിലും ഇപ്പം ഞാൻ ആ കേസ് എടുക്കുന്നെങ്കിൽ സുഖമായിട്ട് നമ്മുടെ അതിലേക്ക് നേരെ അറിയിക്കാൻ മാത്രം മതി. നിങ്ങൾ പോകാൻ നേരം ബുദ്ധിമുട്ടാവും. നമ്മൾ അറിയിക്കാറില്ല എന്നുള്ള കാര്യം ഒരാളുടെ ഭാവി നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതാണല്ലോ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. മാതാപിതാക്കളുടെയും കുഴപ്പമാണല്ലോ. മകനത്തിൻ്റെയും പ്രശ്നങ്ങളാണെങ്കിലും അവൻ്റെ ഭാവി അവനെ ആൾ ഉപദ്രവിക്കുമോ, അവൻ കേസിൽ പെടുവോ എന്ന് വിചാരിച്ചിട്ടാണ് പലരും മിണ്ടാതിരിക്കുന്നത്. അല്ല, പിള്ളേരെ പഠിച്ചിട്ടല്ല.